ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ലോകത്തിൽ ആർക്കും നമ്മളെ പഠിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുന്നത് പോലെ ലോകത്തിൽ ആർക്കും ഒരുക്കിയെടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത് പോലെ ലോകത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോ ദൈവം നമ്മുടെ കൈകളെ അഭ്യസിപ്പിച്ചാൽ, ദൈവം നമ്മുടെ വിരലുകളെ അഭ്യസിപ്പിച്ചാൽ അവിടെ ഒരു കുറവുകൾ ഉണ്ടാകത്തില്ല, അവിടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകത്തില്ല, അവിടെ ഒരു പോരായ്മകൾ ഉണ്ടാകത്തില്ല, അവിടെ ഒരു ബലഹീനതകൾ ഉണ്ടാകത്തില്ല. ആമേൻ, സ്തോത്രം. അവിടെ ആർക്കും ഒരു കുറ്റവും കുറവും പറയാനുണ്ടാകത്തില്ല. കാരണം വെട്ടുകുഴിയിൽ വച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളായതുകൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പാഠശാലയിലെ ആമേൻ നമ്മൾ വിധേയപ്പെട്ടത് കൊണ്ട്, ദൈവമാണ് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് അന്ത്യത്തോളം അവസാനത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്തായിത്തീരും? അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോ, നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ, എന്ന് വായിച്ച വാക്യം, നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ, ആമേൻ, നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും. പ്രൈസ് ദി ലോർഡ്. ജയം, ജയമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ഒരിടത്തും ആരും തോൽക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങളും തോൽക്കരുത്, നമ്മളും തോൽക്കരുത്. നമുക്കെപ്പോഴും തോൽക്കാൻ മനസ്സില്ല, ജയിക്കാനാണ് മനസ്സ്, അല്ലേ? ജയിക്കണം, എവിടെയും ജയിച്ചു മുന്നേറണം. ജയിക്കുന്നവനാണല്ലോ എന്തെങ്കിലും ഉള്ളത്. തോൽക്കുന്നവനെ ഇന്ന് ആർക്ക് വേണം? തോൽവി അടഞ്ഞവനെ ആർക്ക് വേണം? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുത്താൽ ദൈവം മനുഷ്യരുടെ മുമ്പിൽ ജയിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ താണുകൊടുത്താൽ ദൈവം നമ്മളെ ഉയർത്തുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ താണുകൊടുക്കണം, തോൽവി സമ്മതിക്കണം, ആമേൻ, കുറവ് സമ്മതിക്കണം. അങ്ങനെയെങ്കിൽ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങളും മാന്യതകളും ഉയർച്ചകളും ആമേൻ ഉന്നമനങ്ങളും ദൈവം നമുക്ക് തരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം, നീ രാജാക്കന്മാർക്ക് ജയം നൽകുന്നു. രാജാക്കന്മാർക്ക് ജയം നൽകുന്നത് ദൈവമാണ്. സങ്കീർത്തനം 33-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളില് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ അത് കാണാൻ വേണ്ടി നമുക്ക് കഴിയും. ഒന്നെടുത്തെങ്കിൽ വായിച്ചേ. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. സൈന്യബഹുത്വത്താൽ രാജാവ്, ആമേൻ, സൈന്യം എത്ര ഉണ്ടെങ്കിലും ജയം തരുന്നത് ദൈവമാണ്. സൈന്യം എത്ര ശക്തരാണെങ്കിലും ജയം തരുന്നത് സ്വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ കൂടെ ഒരു സൈന്യമുണ്ടെങ്കിലും ഞാൻ പറയാം, ദൈവമില്ലെങ്കിൽ ഈ ലോകം മൊത്തം കൂടെ ഉണ്ടെങ്കിലും നീ സീറോയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ലോകം മൊത്തം നിന്റെ കൂടെ ഉണ്ടെങ്കിലും, ലോകം മൊത്തം നിന്റെ കൂടെ നിൽക്കുന്നെങ്കിലും, ദൈവം തമ്പുരാനില്ലെങ്കിൽ കുഞ്ഞേ, സുഹൃത്തേ, മാതാവേ, നമ്മൾ ശൂന്യരാണ്, നമ്മൾ അശക്തരാണ്, നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. എന്നാൽ ലോകത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, ആമേ, ലോകത്തിലുള്ളവരെക്കാൾ വലിയവനായ ദൈവം,
വലിയവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബ ജീവിതത്തിലുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷ മണ്ഡലത്തിലുണ്ടെങ്കിൽ, നിന്റെ കരം വലം കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നോ പകൽ ഞാൻ വ്യക്തമായി വിളിച്ചു പറയാ, നീ അശക്തനല്ല, നീ അശക്തനല്ല, നീ ശക്തനാണ്. കാരണം ലോകത്തിലുള്ളവരെക്കാൾ വലിയവർ നിന്റെ കൂടെ ഉണ്ട് എന്നതാണ് ഒരു പ്രത്യേകത. എത്ര പേര് ഇന്നോ പകൽ ആമേൻ പറയോ? എന്റെ കൂടെ ലോകത്തിൽ ആരുമില്ല, എന്റെ കൂടെ ഞാൻ പ്രതീക്ഷിച്ച വ്യക്തികളില്ല, എന്റെ കൂടെ ഇറങ്ങിയവരില്ല, എന്നെ ആത്മീയത്തിൽ കൊണ്ടുവന്നവരില്ല, എന്നെ പ്രാർത്ഥിച്ച് താങ്ങിയവരില്ല, എന്നെ ആദ്യപാഠങ്ങൾ പഠിപ്പിച്ച് എന്നെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നവരില്ല, എന്നെ സ്നാനപ്പെടുത്തിയവരില്ല, എന്നെ ആത്മീക മണ്ഡലത്തിലേക്ക് കരം പിടിച്ച് ആമേ കൊണ്ടുവന്നവരില്ല. പക്ഷേ ഇന്നോ പകൽക്കാലം എന്റെ കൂടെ ഒരുവനുണ്ട്. അത് ലോകത്തിലുള്ളവരെക്കാൾ വലിയവനായ, ലോകത്തിന്റെ നായകനായ, ലോക രക്ഷകനായ, എന്റെ പ്രാണനാഥനായ, എന്റെ വീണ്ടെടുപ്പുകാരനായ, എന്റെ ഉടയവനായ എന്റെ ദൈവമാണെന്ന് ഇന്നോ പകൽ ഉറപ്പുള്ള ദൈവമക്കൾ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളനാട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ആ കണ്ണമ്പള്ളിയുടെ ആ ഭാഗത്ത് വെച്ചൊരു പയ്യൻ എൻ്റെ വണ്ടി കൈ കാണിച്ചു. ഞാനിപ്പോൾ അധികം ആരെയൊന്നും നിർത്തത്തില്ല, ഒന്ന് രൂപവും ഭാവവും ഒക്കെ നോക്കും. കഞ്ചാവ് കേസാണോ ഇനി വേറെ വല്ല കേസുകളാണോ ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. രൂപമൊക്കെ ഒന്ന് നോക്കും. നോക്കിയിട്ടേ ഞാൻ വണ്ടി എടുത്തു. പണ്ടാണെങ്കിൽ ആരെയും ഞാൻ കയറ്റിക്കൊണ്ടുപോകും. അവൻ ഇറങ്ങുന്നതിന് മുമ്പ് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഞാൻ ഇറക്കി വിടത്തുള്ളൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ. പക്ഷേ ഇപ്പം എനിക്ക് ഒന്ന് രണ്ട് പണികളൊക്കെ കിട്ടിയത് കൊണ്ട് ഞാൻ ഒന്ന് നോക്കും, പ്രൈസിലോ, എന്നിട്ടേ കയറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അപ്പോൾ ഒരു പയ്യൻ എൻ്റെ വണ്ടി കൈ കാണിച്ചു. ഞാൻ വണ്ടി നിർത്തി, കയറാൻ പറഞ്ഞു. എവിടെ പോവാ? അത് മൂഴിയടയ്ക്കടുത്ത്. ഞാൻ പേര് ചോദിച്ചു, സ്ഥലം ചോദിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവൻ ഒരു ഹൈന്ദവ അനുഭവത്തിലുള്ള ഒരു പയ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ യേശുവുമായിട്ട് ബന്ധമില്ലെന്ന് മനസ്സിലായി. എനിക്കൊരു 5 മിനിറ്റിനകത്തേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവനെ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവൻ മൂഴിയട ഇറങ്ങുന്നതിന് മുമ്പ്, മക്കളെ, ഞാനൊരു ദൈവദാസനാണ്, ഞാൻ സേവിക്കുന്ന ദൈവം ലോകത്തിൻ്റെ രക്ഷകനാണ്, യേശു ക്രിസ്തുവാണ്. നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ, നിന്റെ കുടുംബത്തിൽ സമാധാനം തരാൻ, എൻ്റെ ജീവിതത്തെ മാറ്റിയ, എനിക്ക് സമാധാനം തന്ന, എനിക്ക് സന്തോഷം തന്ന, എനിക്കൊരു നിത്യജീവൻ തരാമെന്ന് പറഞ്ഞ ആ ദൈവം നിൻ്റെയും രക്ഷകനാണ്. ആ കർത്താവിന് വേണ്ടി നീ ഏത് അപ്പൻ്റെ മോനെന്ന് എനിക്കറിയത്തില്ല, നീ ഏത് വീട്ടിൽ പാർക്കുന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ വണ്ടി കയറിയതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നീ അറിയേണ്ടത് അറിയാതെ പോകരുത് എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് അവനോട് സുവിശേഷം പറഞ്ഞ് മൂഴിയട ഇറക്കി വിട്ടിട്ട് ഞാൻ ഇങ്ങ് പോകുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ വണ്ടി കയറുന്നത് സുവിശേഷം കേൾക്കാനായിരിക്കും. അതും ഇതും അവരെ ഇവരെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ആമേൻ കൊണ്ട് നടന്ന് കറക്കിയിട്ട് കൊണ്ടിറക്കി വിട്ട് അവർക്കും ഗുണമില്ല, നിനക്കും ഗുണമില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ വണ്ടി കയറുന്നത് ചിലപ്പോൾ ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിന്റെ വണ്ടിയിൽ കയറുന്നത് കുടുംബം തകർന്ന ഒരു വ്യക്തിയായിരിക്കും. നിന്റെ വണ്ടിയിൽ കയറുന്നത് ജീവിതം എടുത്ത ഒരു വ്യക്തിയായിരിക്കും. നിന്റെ വണ്ടിയിൽ കയറുന്നത് ചിലപ്പോ എല്ലാ വഴികളും അടഞ്ഞൊരു വ്യക്തിയായിരിക്കും. നിന്റെ വണ്ടിയിൽ കയറുന്നത് ചിലപ്പോ പ്രതീക്ഷകളെല്ലാം സ്തമിച്ച് വഴികളെല്ലാം അടഞ്ഞ് മരണത്തെ മുഖാമുഖമായി കണ്ട് ജീവിതം തകർന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരു വാക്കായിരിക്കും അവനെ ചിലപ്പോ ജീവിതത്തിലേക്ക് കയറി പിടിക്കാൻ കഴിയിപ്പിക്കുന്നത്. ഒരു വാക്കായിരിക്കും ചിലപ്പോൾ അവനെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ആ ഒരു വാക്ക് പറഞ്ഞാൽ ഒരിക്കലും അവൻ തകരത്തില്ല. ചിലപ്പോൾ അപ്പോഴേ ഏറ്റെടുത്തെന്ന് വരത്തില്ല. അല്പനാള് കഴിയുമ്പോ
പകൽ ഞാൻ പറയാം, ഒരു വാക്കുമതി. ഒരു വീടിൻ്റെ മാമയവസ്ഥകൾ മാറാൻ ഒരു വാക്കുമതി. നമ്മുടെ കൂടെ ഉള്ളവരുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറാൻ ഒരു വാക്കുമതി. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നവരോട് ഉപ്പിനാൽ രുചിയുള്ള വാക്ക്, കൃപയോട് കൂടിയ വാക്കുകൾ നമ്മൾ പറയാൻ മുതിർന്നാൽ നാളുകളിൽ അവർ കർത്താവിൽ പ്രസിദ്ധരായി തീരുമില്ല എന്ന് ആര് കണ്ടു? ആ കരങ്ങളെ ഉയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്തേ. അപ്പൊ ഇവിടെ ജയം തരുന്നത് ദൈവമാണ് എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നു. നീ രാജാക്കന്മാർക്ക് ജയം നൽകുന്നു. സങ്കീർത്തനം 33 പറയുന്നത് ബലാധിക്യം കൊണ്ട് ആരും ജയിക്കുന്നില്ല. ജയത്തിന് കുതിര വർത്തമാണ്, രാജാക്കന്മാർക്ക് ജയം. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോ ജയിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രൈസ് ലോ. വേദപുസ്തകം ആദ്യോടന്തം നമ്മൾ പഠിച്ചാൽ ജയിച്ചവനെ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. യാബോക്കിന്റെ കടവിൽ ഒരു രാത്രി മൊത്തം യാക്കോബ് എന്ന് പറയുന്ന ഉബായി അപ്പനെയും ചേട്ടനെയും ഒക്കെ പറ്റിച്ച് വഴികളെല്ലാം അടഞ്ഞ് സൂര്യനും അസ്തമിച്ച് ഇരുട്ടായി കിടക്കുമ്പോ ലൂസിൽ വന്നു. ആമേൻ. അവിടെ വച്ച് സ്വർഗം തുറന്നു സംസാരിച്ചു. അവന് വഴി പറഞ്ഞു കൊടുത്തു. അവനെ 20 വർഷം പാർപ്പിച്ചിട്ട് 20ാമത്തെ വർഷം 20 വർഷം കഴിഞ്ഞവനെ സ്വന്തം ഭവനത്തിലേക്ക് മടക്കി വരുത്തുമ്പോ യാബോക്കിന്റെ കടവിൽ അവന് വീണ്ടും ഒരു വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഹല്ലേലൂയ. ആമേൻ. വെല്ലുവിളി നേരിടേണ്ടി വന്നപ്പോ തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് ആ യാബോക്കിന്റെ കടവിൽ ഒരു രാത്രി മൊത്തം ഒറ്റയ്ക്ക് ശിക്ഷിക്കുവാനിടയായി. ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആ പടകില് ആ യാബോക്കിന്റെ കടവിൽ മുട്ടുമടക്കി. ഒരു കാര്യം ഞാൻ പറയാം, പള്ളിക്കകത്ത് മുട്ടുമടക്കിയ മാത്രമല്ല ദൈവം ഇറങ്ങുന്നത്. ഒരു പക്ഷേ നീ വിചാരിക്കും പള്ളിക്കകത്ത് പോകാൻ പറ്റിയില്ല, പള്ളിയിൽ പോകാൻ പറ്റിയില്ല, എൻ്റെ ദൈവത്തിന്റെ ആലയത്ത് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. യാത്രയുടെ മധ്യേ നീ മുട്ടുമടക്കിയാലോ, ആമേ ശവപ്പറമ്പായ ശേഖേമിൽ മുട്ടുമടക്കിയാലോ, ഇന്ന് പക യാബോക്കിന്റെ കടവിൽ മുട്ടുമടക്കിയാലോ, അല്ല കേബാർ നദീ തീരത്ത് നീ മുട്ടുമടക്കിയാലോ, ആവേ നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കാൻ ഇന്ന് പകൽ എൻ്റെ ദൈവം മതിയായവനാണ്. യാബോക്കിന്റെ കടവായാലോ, മമ്രയുടെ തോപ്പായാലോ, ഇനി കാരാഗ്രഹത്തിന്റെ അകത്തളമായാലോ, അല്ല കേബാർ നദീ തീരത്തായാലോ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കാൻ, നിന്റെ തലയ്ക്ക് മീതെ സ്വർഗം എഴുന്നേൽക്കാൻ, നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിപ്പാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. കേട്ടോ, അത് ആലയത്തിലാണെങ്കിലും ഹന്നയ്ക്ക് വേണ്ടിയോ, അതിനിപ്പോ യാബോക്കിന്റെ കടവിലാണെങ്കിലും യാക്കോബിന് വേണ്ടിയോ, അതിനിപ്പോ പത്മോസിന്റെ ഏകാന്തതയിലാണെങ്കിലും യോഹന്നാന് വേണ്ടിയോ, അല്ല കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലാണെങ്കിലും പൗലോസിനും സീലാസിന് വേണ്ടിയോ, ആമേൻ, അല്ല ആമേ കേബാർ നദീ തീരത്താണെങ്കിലും യെഹസ്കേലിന് വേണ്ടിയോ, ഇന്ന് പകൽക്കാലം തുറക്കുന്ന ഒരു സ്വർഗമാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉള്ളതെന്ന് എത്ര പേർ ചേർന്ന് ആമേൻ പറയൂ. ഓ, കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി, കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് വേണ്ടി, കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് വേണ്ടി ആ തുറന്ന സ്വർഗം ഇന്ന് പകൽക്കാലം ഈ ആലയത്ത് തുറക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്ക് ആവേ ഒന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ചേ. അപ്പൊ ജയിക്കുന്നവനാണ് ദൈവം എന്തെങ്കിലും കൊടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോ ജയിക്കുന്നവർക്കുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്. വെളിപ്പാട് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത് ആമേൻ. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആമേൻ, സ്തോത്രം. പ്രതിപുസ്തകം നമ്മൾ പഠിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം ഒരു ഏദൻ തോട്ടത്ത് 2 പേരെ ആക്കിയിട്ട് അവിടെ അവർക്ക് ദൈവം കൊടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് ആ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാമെന്ന്. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ
സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? മരിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ലോ. അവിടെ ഇഷ്ടം പോലെ വൃക്ഷങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഫലങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളുടെ ഫലങ്ങളെല്ലാം ഇഷ്ടം പോലെ തിന്നാമെന്ന് പറഞ്ഞ ദൈവം ഒരു കണ്ടീഷൻ വെച്ചു. ഒരു വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം നമുക്കെല്ലാം തിന്നാനുണ്ടെങ്കിലും എടുക്കരുതെന്ന് പറയുന്നതാ എടുക്കാൻ ഇഷ്ടം, കഴിക്കരുതെന്ന് പറയുന്നതാ കഴിക്കാൻ ഇഷ്ടം. ഇതെല്ലാം കഴിച്ചോ, ഇത് മാത്രം എടുക്കൽ, ഇത് പാസ്റ്റർക്കുള്ളതാണ്. എനിക്ക് ആദ്യം പിള്ളേർ ആദ്യം ഏതെടുക്കും? പ്രൈസല്ലോ. എന്നാൽ അവനെ ഞാൻ കഴിച്ചിട്ട് മതി പാസ്റ്റർ. പ്രൈസല്ലോ. ഹല്ലേലൂയ. എല്ലാം കഴിച്ചോണമെന്ന് പറഞ്ഞാ ഇത് പപ്പയ്ക്കുള്ളയാണെന്ന് പറഞ്ഞാ പപ്പേരെ ഇന്നും അല്പം പിച്ചെടുക്കും. പ്രൈസല്ലോ. ചിലർ ശരിക്കുന്നു. പപ്പ അന്നല്ല, ഇനിയിപ്പോ ഒന്നും പറയത്തില്ല. ഇത് പപ്പയ്ക്കുള്ളതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും അത് ഇന്ന് എലി കറമ്പുന്നത് പോലെ കറമ്പി 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 അവസാനം പപ്പയ്ക്ക് എന്തോണ്ട്? ഒന്നുമില്ല. മക്കളല്ലേ എൻ്റെ പാത്രത്തിൽ നിന്നല്ലേ എടുത്തതെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറയാം, ഇഷ്ടം പോലെ തിന്നാമെന്ന് ദൈവം കൽപ്പിച്ചിട്ട് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു. പക്ഷേ അവിടെ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ കഴിക്കരുത്, ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതിൽ കരം വയ്ക്കുവാനിടയായി തീർന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ എന്നാ അത് പൂർണ്ണമായിട്ട് കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, കഴിച്ചോ ഇല്ലയോ എന്ന് ഇനി അവർക്കേ അറിയത്തുള്ളൂ. ചിലപ്പോൾ ഒരു കടി കടിച്ചപ്പോൾ തന്നെ അവരെ കണ്ണ് തുറന്നോ, ആ കടിച്ചത് എന്തായാലും അങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ പാപങ്ങൾ മാറിയപ്പോൾ പിന്നെ കഴിക്കാൻ പറ്റിയില്ല. എന്തായാലും പറിച്ചു, വയറ് നിറയെ കഴിക്കാനും പറ്റിയില്ല. ഈ പണ്ട് എലിയെ പിടിക്കാൻ വേണ്ടി നമ്മളെ ഈ എലിക്കൂട്ടിൻ്റെ അകത്ത് മരിച്ചിനി കളിപ്പിച്ച് അതിൻ്റെ അകത്ത് വച്ചിരിക്കും. ഈ നമ്മൾ എന്നിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോ എലി പതുക്കെ പമ്മി പമ്മി നോക്കുമ്പോ നല്ലൊരു മരിച്ചിനിയോ ചാളക്കരുവാടോ ഇരുന്ന് ഇങ്ങനെ തിളങ്ങും. എലി ആരും കാണാതെ നോക്കിയപ്പോ ആമേൻ സ്തോത്രം, ചേട്ടനും ചേച്ചിയും ഉറങ്ങുന്നു, പിള്ളേർ ഉറങ്ങുന്നു, ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് പമ്മി 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 ഈ എലിക്കൂട്ടിൽ പോയി കയറി ആരെയും കാണാതെ ആ കരുവാടിൽ ഒരു കടി കടിച്ചതേ ഉള്ളൂ. ടപ്പ് എന്നൊരു സൗണ്ട് കേട്ടു. എലി എവിടെയായി? അകത്തായി. എലി പിന്നെ എന്തായാലും അകത്തായി, ഈ കരുവാട് തിന്നിട്ട് പുറത്ത് ചാടാം എന്ന് ചിന്തിക്കുവോ? രാവിലെ വരെ നിങ്ങൾ പച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ ഒരു കടിയെ അതിൽ കടിച്ചേക്കത്തുള്ളൂ, അതും കടിച്ചെടുത്ത് കാണത്തില്ല. പിന്നെ എലിക്ക് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിയാൽ മതി, ഇനി ആരും അറിയരുത്, ആരും കാണരുത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്തായാലും കേറി ആ അകത്തുമായി. ഇതൊന്ന് വയറ് നിറയെ കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് ചാടാമെന്ന് ഒരു എലിയും ചിന്തിച്ചിട്ടില്ല. ആ കരുവാടായാലും മരിച്ചിനി ആയാലും രാവിലെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കും. ഈ എലിക്ക് പുറത്ത് ചാടിയാൽ മതി. ഇതുപോലെ ആദാമും ഹവ്വയും ഒന്ന് പറിച്ചു, ഒരു കടി കടിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു, അവർ നഗ്നരെന്നറിഞ്ഞു. അവർ പാപം ചെയ്തു എന്ന് ബോധ്യം വന്നപ്പോ ചിലപ്പോ ആ പഴം പൂർണ്ണമായി കഴിക്കാൻ അവർക്ക് പറ്റി കാണത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ലിസ്റ്റിൽ അവർ പാപികളായി മാറി. ഒന്നീ ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിച്ച് നരകത്തിൽ പോ, അല്ലെങ്കിൽ എല്ലാം വർജിച്ച് സ്വർഗത്തിൽ പോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നോ പകൽക്കാലം ഞാൻ പറയാം, ഒന്നീ ലോകത്തിലെ എല്ലാ സുഖവും ആരെയും പേടിക്കാതെ അനുഭവിച്ച് സുഖിച്ച് പൊടിച്ച് പൊളച്ച് നിത്യ നരകത്തിൽ പൊക്കോ, അല്ലെങ്കിൽ എല്ലാം വർജിച്ച് ഇന്നോ പകൽക്കാലം നിത്യ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റ്. അവിടെയും ഇവിടെയും ഇല്ലാതെ സാത്താനും ദൈവത്തിനും തലവേദനയായി, പിശാചിന്റെ കൂട്ടനും ദൈവത്തിന്റെ കൂട്ടനും അവരുപയോഗമില്ലാതെ
ആയി തീർന്നാൽ ഇന്ന് പകൽക്കാലം നിത്യതയുടെ കണി കാണാൻ പറ്റത്തില്ല. സ്വർഗരാജ്യത്തിന്റെ പടി ചവിട്ടാൻ പറ്റത്തില്ല. ദൈവരാജ്യത്തിന്റെ ആ അനുഭവത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയോ, ഈ 2025 ആണ്ട് 2-ാം മാസം ദൈവസഭയോട് പറയോ, കാന്തൻ വരാറായി. ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും അടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ കരം കോർത്തു കഴിഞ്ഞു. രാജാക്കന്മാർ ഹല്ലേലൂയ പ്രജകൾക്കെതിരായി മാറിക്കഴിഞ്ഞു. സമാധാന അന്തരീക്ഷങ്ങൾ അവിടവിടങ്ങളിൽ നിലംപൊത്തി തുടങ്ങി. സമാധാന കരാറുകളെല്ലാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ വലിച്ചു കീറി എറിയുകയാ. ഇന്ന് പകൽ രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട് എതിർത്തുകൊണ്ടിരിക്കുകയാ. കർത്താവിൻ്റെ വരവിനും ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അവിടവിടങ്ങളിൽ വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലം പ്രാണനാഥൻ വരാറായി, കാന്തൻ വരാറായി, രക്ഷകൻ വരാറായി, നിന്റെ വീണ്ടെടുപ്പുകാരൻ വരാറായി. ആ വീട്ടിൽ ചേർക്കാൻ ഇന്ന് പകൽ മധ്യാകാശത്ത് വരാറായി. അനീതി കൊണ്ട് അവൻ നിറയപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. ദൈവസഭകളിൽ പോലും പാപം കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം അതിന്റെ നടുവിൽ വിശുദ്ധിക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ ശേഷിപ്പില്ലാതെ ഇല്ല ഉണ്ട് കേട്ടോ. അത് നമ്മൾ വിചാരിക്കുന്ന മാന്യന്മാരും യോഗ്യന്മാരൊന്നും അല്ല. നമ്മളെ കണ്ണിൽ നികൃഷ്ടമെന്ന് തോന്നുന്ന അമ്മാമ്മമാരും അപ്പന്മാരും, പ്രൈസ് ലോർഡ്, വലിയ വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെയാ സഭയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നോ പകൽക്കാലം ആമേൻ ഹല്ലേലൂയ ജയിക്കണമോ? നമ്മുടെ ജീവിതത്തില് ചിലത് വർജിക്കണം. ഇവിടെ ഇതാ ജീവന്റെ വൃക്ഷത്തിന്, എവിടെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അവർ പറിച്ച് കഴിച്ചപ്പോൾ അവർ പാപികളായി തീർന്നു. സ്വർഗം കണ്ടു, അറിഞ്ഞു, ഇടപെട്ടു. രണ്ടാമത് അവര് പറിച്ചു തിന്നാൻ സാധ്യതയുള്ള ഒരു ഫലമാണ് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം, അല്ലേ? ആമേൻ. അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചാൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയോ? ഒന്ന് വായിച്ചേ. ആ ആ ആ ഇപ്പോൾ അവർ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരാതിരിക്കേണ്ടതിന് ദൈവം അവരെ എന്ത് ചെയ്തു? അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനിടയായി. ആ ഫലം അവര് പറിച്ച് കഴിച്ചാൽ എന്നേക്കും ജീവിച്ചിരിക്കും. ഇന്ന് പകൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഇന്ന് വരെ ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. പക്ഷെ തരും. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവനത് തരും. ജയാളിയായവർക്കത് തരും. ഇന്നു പകൽ ഈ പാപത്തെ തോൽപ്പിച്ച്, ലോകത്തെ തോൽപ്പിച്ച്, ജഡത്തെ തോൽപ്പിച്ച് ഇവിടെ ഒരു ആത്മീക ജീവിതം നയിച്ച് കർത്താവിനെ സ്വന്തം രക്ഷകനും ദൈവവുമായി അംഗീകരിച്ച് ആമേൻ ജലത്തിലിറങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ആ കർത്താവിൽ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിലെ ദൈവം നിത്യതയെ കൊണ്ടുപോയി തരുന്ന ഒന്നാണ് എന്തെന്നറിയാമോ? ആമേ സ്തോത്രം. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ ജീവവൃക്ഷ ഫലം നമുക്കന്ന് തിന്നാൻ തരും. ഇന്നു പകൽ രണ്ടാമത് വെളിപ്പാട് പുസ്തകം തന്നെ നമ്മൾ പഠിക്കുമ്പോ ആമേ 2-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 2-ാം അധ്യായം 11. എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത് ആ ആ രണ്ടാം മരണത്തിന് ജയിക്കുന്നവന് ദോഷം വരത്തില്ല. ഒന്ന്, ജീവന്റെ ജീവവൃക്ഷഫലം തിന്നാൻ കിട്ടും ജയിക്കുന്നവന്. 2, ജയിക്കുന്നവന് രണ്ടാം മരണത്തിന് ദോഷം വരത്തില്ല. ഒരു മരണം ഇവിടെ ഉണ്ട്. ശരീരത്തിൽ നിന്ന് വേർപാടാണ് മരണം. വേർപാടാണല്ലോ മരണം എന്ന് നമ്മൾ പറയുന്നത്. അതിനെ വേദശാസ്ത്രിമാര് നിദ്രയെന്നും ഉറക്കമെന്നും ഒക്കെയാ പറയുന്നത്. ഹല്ലേലൂയ.
എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് വേർപാടാണ്. വേദനാജനകമായ അനുഭവം, വേർപാട്. ശരീരത്തിൽ നിന്ന് മനുഷ്യനിൽ നിന്നൊരു വേർപാട്. ആ വേർപാട് കഴിഞ്ഞ ആ വേർപാടിൻ്റെ അവസ്ഥ ഒന്നാമത്തെ മരണമാണ്. ഈ വേർപാട് സംഭവിച്ചവര് എല്ലാവരെയും ദൈവം നിത്യ നരകത്തിൽ അങ്ങ് തള്ളുന്നില്ല. മരിച്ച ഉടനെ ദുഷ്ടന്മാര് അങ്ങ് നരകത്തിൽ പോകുന്നില്ല. നരകത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു പീരീഡ് ദൈവം കണ്ടിട്ടുണ്ട്. അന്ത്യന്യായവിധി കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും വേർതിരിച്ച് അയക്കേണ്ടടുത്ത് അയക്കുന്നത്. ഇപ്പോൾ റിമാൻഡിൽ ഇരിക്കുന്നത് പോലെ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ആമേൻ ദൈവം ഇരുത്തേണ്ടവരെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരിച്ച ഉടനെ നരകത്തിൽ എത്തിയിട്ടില്ല, മരിച്ച ഉടനെ സ്വർഗത്തിലും എത്തിയിട്ടില്ല. ദൈവത്തിന്റെ ഒരു അന്ത്യന്യായ വിധിയുണ്ട്. അത് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. എടുത്തെങ്കിലൊന്ന് വായിച്ചു വിട്ടേ. ഹല്ലേലൂയ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അടുത്ത് മരിച്ചവർ കണ്ടോ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആ ബാലവൃദ്ധം എന്ന് പറഞ്ഞാൽ ജനിച്ച് അന്ന് തൊട്ട് അങ്ങേറ്റ എത്ര വയസ്സുവരായി മരിച്ചു അവരെല്ലാം ആ ബാലവൃദ്ധം. ബാലനും വൃദ്ധനും യൗവനക്കാരനും യൗവനക്കാരിയും ആമേൻ സ്തോത്രം, ഫിലിം സ്റ്റാറും ഒക്കെ വരും അവിടെ. ആ ബാലവൃദ്ധം ആമേൻ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. എന്നിട്ട് പുസ്തകങ്ങൾ തുറന്നു. അടുത്ത് ജീവപുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അടുത്ത് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മരിച്ചവർക്ക് ഒരു ന്യായവിധി ഉണ്ടായി. എന്നിട്ട് അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തടുത്ത് ഓരോരുത്തനും ഇന്നോ പകൽക്കാലം അടുത്തവന്റെ പ്രവർത്തിക്കൊത്തവണ്ണമുള്ള വിധി നമുക്കില്ല. അവനവന്റെ പ്രവർത്തിക്കൊത്തവണ്ണം. ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടി വരും. പകൽ ക്രിസ്തുവിന്റെ ന്യായാസനം ഇവിടത്തെ സകല കോടതികളെയും തെറ്റിദ്ധരിപ്പിച്ചാല്, ഇവിടത്തേതായ വക്കീലുമാർക്ക് കൈക്കൂലി കൊടുത്താല്, ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുത്താല്, കോടതികൾക്ക് കൈക്കൂലി കൊടുത്താല്, ഇതെല്ലാം നീതിയുള്ള കോടതിയാണ്. ഒരു രാജാവ് നീതിയോടെ വാഴു. അവന്റെ സിംഹാസനം വെള്ള സിംഹാസനമാണ്. ആ വെള്ള സിംഹാസനം നീതിയും ന്യായവുമാണ്. ആ നീതിയും ന്യായവുമുള്ള ദൈവത്തിന്റെ മുമ്പിൽ മുഖപക്ഷമില്ല. ആ കർത്താവ് കൈക്കൂലി വാങ്ങത്തില്ല. അവസാനം ദൈവം പറയുക, ആമേൻ, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. എന്നിട്ട് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ കണ്ടോ, രണ്ടാമതൊരു മരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നു പകൽക്കാലം ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെടുന്ന ഒരവസ്ഥയാണ് രണ്ടാമത്തെ മരണം. പിന്നെ നിനക്കൊരു ചാൻസ് ഇല്ല. എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മരിച്ചു പോയാൽ ബെസ്പൂർഖാന എന്ന് പറയുന്ന സ്ഥലത്തുണ്ടാകും. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തള്ളി അങ്ങ് സ്വർഗത്തിൽ കയറ്റിവിടാം എന്നൊക്കെ ചില ദുരുപദേശങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഗതിയൊന്നുമില്ല. വാഴയുടെ കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര വളമിട്ടാലും ആ വാഴയ്ക്ക് ഗുണമില്ല. കൊല വെട്ടുന്നതിന് മുമ്പേ വാഴയുടെ മൂട്ടിൽ വെള്ളമൊഴിക്കുക, വളമിടുക, അതിനെ പരിപാലിക്കുക. അതുപോലെ നമ്മുടെ പ്രാണൻ പോകുന്നതിന് മുമ്പ്, നമ്മുടെ ജീവൻ പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് നമ്മൾ എന്തു ചെയ്യണോ?
നമ്മൾ നിത്യതയിൽ പോകാൻ ഒരുങ്ങണം. രണ്ടാമത്തെ മരണത്തിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ കുഞ്ഞേ, നമുക്ക് പിന്നെ നിത്യവേദനയാണ്. കെടാത്ത തീയും ചാകാത്ത പുഴും. ഇവിടെ എല്ലാവരും ഒക്കെ കാണും, കൂടെ ചിരിക്കാനും കൂടെ പാടാനും ഒക്കെ കാണും. പക്ഷേ ഇവിടം കഴിയുമ്പോൾ കൂടെ ചിരിച്ചവരും കാണൂല, കൂടെ പാടിയവരും കാണൂല, കൂടെ നിന്നവരും കാണൂല, അല്ലെങ്കിൽ തള്ളിവിട്ടവരും കാണൂല. എല്ലാവരും ഇന്നോ പകൽക്കാലം നിന്റെ പാസ്പോർട്ടും വിസയും നീ ശരിക്കും ഏറ്റെടുത്തോ. ആർക്കെങ്കിലും വേണ്ടി ജയ് വിളിച്ചാൽ നീ ഒറ്റപ്പെടുന്നൊരു സമയം വരും. ആർക്കെങ്കിലും വേണ്ടി നിന്ന് ഇന്നോ പകൽക്കാലം ഞാൻ പറയാം, ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ജയ് വിളിച്ചാൽ, ആർക്കെങ്കിലും വേണ്ടിയൊക്കെ നിന്ന ഒരു ദിവസം നിന്നെ ആമേൻ സ്തോത്രം ഒറ്റപ്പെടുത്തും. ഒരു ദിവസം നിന്നെ തള്ളിക്കളയും, ഒരു ദിവസം നിന്നെ തള്ളിപ്പറയും, ഒരു ദിവസം നിന്നെ മാറ്റിയിടും. ഇന്നോ പകൽക്കാലം നിന്റെ പ്രാണനാഥന് വേണ്ടി, നിന്റെ ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഇന്നോ പകൽ കർത്താവേ എന്നെ പിരിഞ്ഞ് മറ്റൊന്നെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ കർത്താവിന് വേണ്ടി നിന്നാ നീ ലജ്ജിക്കത്തില്ല, നിന്റെ തലമുറ ലജ്ജിക്കത്തില്ല. ഇന്നോ പകൽക്കാലം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാ, ഇന്നോ പകൽ കർത്താവിനെ നിന്റെ മുമ്പിൽ വച്ചാൽ, കർത്താവിന്റെ പുറകെ നീ പോയാൽ, കർത്താവിനെ മാത്രം നീ വിശ്വസിച്ചാൽ, കർത്താവിനോടൊപ്പം നീ കൂടെ നിന്നാൽ, കുഞ്ഞേ മാതാവേ, നീ ഒരു നാളും ലജ്ജിക്കത്തില്ല. ആ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. സമയമില്ലാഞ്ഞത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് നിൽക്കുന്നില്ല. ഹല്ലേലൂയ. ലൂക്കോസ് വിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ധനവാന്റെയും ലാസറിന്റെയും കഥ. കണ്ടോ, ഈ ഭൂമിയിൽ സുഖിച്ചു പുളച്ച് ആഡംബരത്തോടെ ജീവിച്ച ധനവാൻ പോയത് യാതനാ സ്ഥലത്താണ്. അവിടെ കിടന്ന് മുകളിലോട്ട് നോക്കി. ധനവാന്മാർ ആമേന്ന് മുകളിലോട്ട് നോക്കാൻ അവർക്ക് സമയമില്ല. പല ധനവാന്മാർക്കും ആമേൻ മുകളിലോട്ട് നോക്കാൻ സമയമില്ല. മുകളിലോട്ട് നോക്കിയാൽ രക്ഷപ്പെടും, അതുകൊണ്ട് മുകളിലോട്ട് നോക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ യാതനാ സ്ഥലത്ത് കിടന്നെങ്കിലും അവൻ മുകളിലോട്ട് നോക്കിയല്ലോ. മുകളിൽ നോക്കിയപ്പോൾ എന്താ കണ്ടു? മുകളിൽ നോക്കിയാൽ ചില വെളിപ്പാടുകൾ കാണും. ഇന്ന് പകൽക്കാലം കുനിഞ്ഞിരുന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ കരം ഉയർത്തി സ്വർഗത്തിൽ നോക്കി പ്രാർത്ഥിക്കണം. സ്ഥലം ചിലർ ആരാധിക്കുമ്പോൾ കുനിഞ്ഞു കിടക്കും, കുനിഞ്ഞിരിക്കുക. ചിലർ പ്രസംഗം കേൾക്കാൻ സമയത്ത് കുനിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. ചിലർ ആരാധിക്കുമ്പോൾ കുനിഞ്ഞിരിക്കുക. എല്ലാവരും ആരാധിക്കും, ചിലർ കുനിഞ്ഞിരിക്കുക. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കുനിഞ്ഞിരിക്കുക. ചിലർ പ്രസംഗിക്കുമ്പോൾ കുനിഞ്ഞിരിക്കുക. ചിലർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ കമന്ന് കിടന്ന് പ്രാർത്ഥിക്കും. ദൈവമായിരിക്കുന്ന പാതാളത്തിലല്ല, ദൈവമായിരിക്കുന്ന സ്വർഗത്താണ്. നിന്റെ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തണം. ഒരു കരം സ്വർഗത്തിൽ ഉയർത്തിയെന്ന് പറഞ്ഞ് തളർവാദം വരത്തില്ല. ആ കരം സ്വർഗത്തിൽ ഉയർത്തുമ്പോൾ രക്തഓട്ടം ഉണ്ടാകും. ആ കരം സ്വർഗത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അതുകൊണ്ട് ആ പൗലോസ് പറയുന്നത്, നിന്റെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ആ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് ആ കരങ്ങളെ തളർവാദം സംഭവിക്കാത്തവരാ കരങ്ങളെ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വല്ലപ്പോഴൊക്കെ സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാം മരണത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ പൂർണ്ണമായി ദൈവവചനത്തിൽ നമ്മൾ അടിയുറയ്ക്കണോ. ഇന്നലെ വരെ നീ ചെയ്തതെന്തെന്ന് ദൈവം ഓർക്കുന്നില്ല കേട്ടോ. ഇന്നലെ വരെ നീ ആരായിരുന്നെന്ന് ദൈവം ഓർക്കുന്നില്ല. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായ ലോകം ചിലപ്പോൾ നിന്നെ വെറുതെ വിടത്തില്ല. വീട്ടുകാർ ചിലപ്പോൾ വെറുതെ വിടത്തില്ല. കുടുംബക്കാർ ചിലപ്പോൾ വെറുതെ വിടത്തില്ല. പാർട്ടിക്കാർ ചിലപ്പോൾ വെറുതെ വിടത്തില്ല. ആരും നിന്നെ വെറുതെ വിടത്തില്ല. പക്ഷെ തമ്പുരാൻ നിന്റെ സകല കണക്കുകൾ എഴുതി കളഞ്ഞു. തമ്പുരാന്റെ മുമ്പിൽ നീ വിശുദ്ധനോ ദൈവത്തിന്റെ ഭവനത്തിലെ അംഗങ്ങളുമായി മാറി. ഇന്നോ പകൽ ഞാൻ പറയാ, ഇന്നലെ വരെയോ സ്തോത്രം പാപിയാണെങ്കിൽ നീ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ ആ പാപക്കറകളെയല്ലോ എന്റെ ദൈവം വലിച്ചു കീറി. എല്ലാം എന്റെ ചെവിയിൽ എത്തും. ഹല്ലേലൂയ. ഇന്ന് പകലൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ ആരെയും വിധിക്കരുത്. ഞാൻ നിങ്ങൾ ആരെയും വിധിക്കരുത്. നമ്മൾ എങ്ങനെയെങ്കിലും നിത്യതയിൽ എത്താൻ നോക്കണം. എങ്ങനെയെങ്കിലും
തമ്പുരാന്റെ കണ്ണിൽ സ്വർഗം പോലും നിർമ്മലമല്ലെന്ന വചനം പറയുന്നത്. തമ്പുരാന്റെ കണ്ണിൽ. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും നിർമ്മലമാകുമോ? തമ്പുരാന്റെ കണ്ണിലൊന്നും നിർമ്മലമല്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, നമ്മുടെ നീതി പ്രവർത്തികളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ വചനം പറയുന്നത് പോലെ കറവരണ്ട തുണി പോലെ ആകുമ്പോ നമ്മൾ ആരും നിർമ്മലരല്ല. ഇപ്പോൾ രണ്ടാം മരണത്തിൽ നിന്ന് നമുക്കൊരു മോചനം. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഒരു വാക്യം കൂടി വായിച്ച്, ഒന്നല്ല ഒരുപാട് വാക്യമുണ്ട്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. ആമേ. 2:17 വാക്യം ഒന്ന് വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. പുതിയ പേരും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ 3 കാര്യങ്ങൾ പറയാം. മന്ന, ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഇസ്രായേൽ എന്ന് വിളിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ മന്നയാ. എല്ലാ ദിവസവും അവർക്ക് കൊടുത്തു. ആ മന്ന ഒരു ദിവസമേ ഗ്യാരണ്ടി ഉള്ളൂ. എത്ര വാരിക്കൂട്ടിയാലും ഒറ്റ ദിവസമേ ഉള്ളൂ. ചിലർ കണ്ടപ്പം തന്നെ അടിച്ച് വാരിക്കൂട്ടി ആർക്കും കൊടുക്കാതെ കൊണ്ടുവച്ചിരുന്നു. വിറ്റന്നായപ്പോൾ നാറ്റം. അടുത്തിരിക്കുന്നവർക്കൊന്നും ഒരു ഇതില്ല, എന്തോ ചീഞ്ഞ് നാറുന്നു. ചല്ലോ എടി ഒരു മന്ന എടുക്കാണ്ട. എവിടെ? ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായി. മന്നേ ഒന്നുമില്ല, ഒരു കൂട്ട വാരി കൂട്ടി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം ഒറ്റ ദിവസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ. പിറ്റേ ദിവസത്തേക്ക് ദൈവം തരും. ദൈവം തരുന്നത് അന്നുള്ള ശക്തന്മാരുടെ ഭക്ഷണമാ, ആഹാരമാ. എന്നാൽ 6ാമത്തെ ദിവസം ദൈവം ഒരു ദിവസം കൂടി പറക്കാൻ ഒരു ഓർഡർ കൊടുത്തു. ഇന്ന് ഇരട്ടി പറക്കിക്കോ. അത് 2 ദിവസത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നും പോയടന്ന് പറക്കാൻ ഇല്ല. കുറച്ചത് കൂടുതൽ പറക്കിയിരിക്കുക. അടുത്ത ആഴ്ച പോകണ്ട. അടുത്ത ഞായറാഴ്ചത്തേക്കുള്ളതും കൂടെ ഈ ആഴ്ച പറക്കി വച്ചിരിക്കുന്നവരുണ്ട്. പ്രൈസില്ല. ചിലർ 6 മാസത്തിലൊരിക്കേ വരത്തുള്ളൂ. അവർ വരുന്നതിൻ്റെ അന്ന് കുറേ പറക്കും. ചിലർ 2 ആഴ്ച കൂടുമ്പോൾ 2 ആഴ്ച ഇവിടെ, 2 ആഴ്ച സ്തോത്രം ഇവിടെ നിന്ന് പറക്കും, 2 ആഴ്ച വേറെ ഏതെങ്കിലും കണ്ടെത്തി പോയി പറക്കും, 2 ആഴ്ച അപ്പുറത്തെ കണ്ടെത്തി എന്ന് പറക്കും. അപ്പോൾ ദൈവം നമുക്ക് പ്രൈസലോ പറക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ തരും. പറക്കേണ്ടത് തരും. ഹല്ലേലൂയ. പ്രൈസലോ. എവിടെയെങ്കിലും പോയി പറക്കണ്ട. പകൽ മന്ന പഴയ നിയമത്തിൽ പറക്കി അന്നന്ന് 6ാമത്തെ ദിവസം 2 ദിവസത്തേക്കുള്ളത്. എന്നാ ദൈവം ഒരു പൊൻപാത്രത്തിൽ മന്ന ഇട്ട് വച്ച് കേട്ടോ. അത് നൂറ്റാണ്ടുകളായിട്ടും ഇന്നും ക്രമിച്ചിട്ടില്ല. ഒരു മന്ന ദൈവം തരും. ശക്തന്മാർ കഴിച്ച ഒരു മന്ന മരുഭൂമിയിൽ പൊഴിഞ്ഞ മന്നയല്ല. ആമേ ചീഞ്ഞു നാറുന്ന മന്നയല്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ക്രമിക്കുന്ന മന്നയല്ല. ക്രമിക്കാത്ത ഒരു സ്വർഗീയ മന്നോ ഇന്നോ പകൽക്കാലോ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന്. അത് ജയിക്കുന്നവനാണ്. അത് ജയാളിയായവർക്കാണ്. ഇന്നോ പകൽ ജയിച്ചു നീ വരുമ്പോ ആമേ ഹല്ലേലൂയ ദൈവം നിനക്ക് തരുന്ന ഒന്ന് സ്വർഗീയ മന്നയാണ്. അത് സ്വർഗീയ അപ്പമാണ്. 2 വെള്ളക്കല്ല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെത്തി മിനുക്കിയ വെള്ളക്കല്ല്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യം, വെള്ളക്കല്ലെന്ന് പറയുന്ന ആ ഒരു പദവി എല്ലാവർക്കും കൊടുക്കത്തില്ല. ഒന്ന് കോടതി പ്രൈസ് ദി ലോർഡ് വെറുതെ വിടുന്ന, കുറ്റവിമുക്തനാക്കി വെറുതെ വിടുന്നവനാണ് ഈ വെള്ളക്കല്ല് കൊടുക്കുന്നത്. ജഡ്ജി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. വെള്ളക്കല്ല് അവന് കൊടുക്കും. ഇവൻ കുറ്റം ചെയ്തിട്ടില്ല, ഇവൻ നിരപരാധിയാണ്, ഇവൻ ആമേ സ്തോത്രം ഹല്ലേലൂയ പറയപ്പെട്ട തെറ്റിൽ അകപ്പെട്ടിട്ടില്ലെന്ന് കോടതി തെളിയിക്കുന്നവന് കോടതിയിൽ വച്ച് കൊടുക്കും ഈ വെള്ളക്കല്ല്. 2 ദീർഘവർഷം ആമേ
യുദ്ധം ചെയ്ത് സേവ ചെയ്യുന്നവർക്ക്, രാജ്യത്തിന് വേണ്ടി ദീർഘവർഷം സേവ ചെയ്യുന്നവർക്ക് നമ്മുടെ രാജ്യം കൊടുക്കുന്ന ചില ഉപകാരങ്ങളുണ്ടല്ലോ, രാഷ്ട്രപതിയൊക്കെ കൊടുക്കുന്നതുണ്ടല്ലോ. അതുപോലെ ദീർഘവർഷം രാജ്യത്തിന് വേണ്ടി സേവ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒന്നാണ് വെള്ളക്കല്ല്. അത് അന്ന് രാജ്യത്തൊരു പ്രത്യേക പരിപാടി വച്ചിട്ട് അവരെ മുന്നിൽ നിർത്തി ഈ വെള്ളപ്പതക്കം, വെള്ളക്കല്ല് കൈമാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3 ഈ വെള്ളക്കല്ല് കൊടുക്കുന്നത്, ആമേൻ, യുദ്ധം ജയിച്ചു, പല യുദ്ധങ്ങൾ ജയിച്ചു വരുന്നവർക്ക് കൊടുക്കും. യുദ്ധങ്ങളെ മുന്നിൽ നിന്ന്, ആമേൻ, സ്തോത്രം, ലീഡർഷിപ്പ് വഹിച്ച് ജയിച്ചു വരുന്നവർക്ക്, ആമേൻ, ആ രാജ്യത്തിന്റെ തലവൻ കൊടുക്കും വെള്ളക്കല്ല്. 4 പ്രൈസ് ദി ലോർഡ്, മണവാളൻ മണവാട്ടിക്ക് ഈ വെള്ളക്കല്ല് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4 തരത്തിലാണ് വെള്ളക്കല്ല് യഹൂദ പാരമ്പര്യമനുസരിച്ച് കൈമാറിക്കൊണ്ടിരുന്നത്. 1 കോടതി, 2 ആമേൻ ദീർഘവർഷം ആമേൻ രാജ്യം സേവിച്ചവർക്ക്, 3 യുദ്ധം ജയിച്ചു വരുന്നവർക്ക്, 4 മണവാളൻ മണവാട്ടിക്ക് കൊടുക്കുക. ഹല്ലേലൂയ. മണവാളൻ മണവാട്ടിക്ക് കൊടുക്കുന്നത്, ആ വെള്ളക്കല്ലിനൊരു പേര് കൊത്തു, തന്റെ മണവാട്ടിയുടെ പേര് കൊത്തി ആ മണവാട്ടിയുടെ കയ്യിൽ കൊടുക്കൂ. ഇന്നോ പകൽക്കാലം ആമേൻ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയ്ക്ക് ആമേൻ ജയിച്ചു വരുമ്പോ ആ വെള്ളക്കല്ല് ആമേൻ തരും കേട്ടോ. അതിലെഴുതിയിരിക്കുന്ന പേര് നിന്റെ പേരായിരിക്കും. ഇന്നോ പകൽക്കാലം അതാർക്കും കാണാൻ പറ്റത്തില്ല, അത് നിനക്കുള്ളതാണ്. ഇന്നോ പകൽ മണവാളൻ, ഇന്നോ പകൽ നിനക്ക് വേണ്ടി തരുന്ന വെള്ളക്കല്ലിൽ എഴുതിയിരിക്കുന്നത് അതാർക്കും അറിയാൻ പറ്റത്തില്ല, അതാർക്കും കാണാൻ പറ്റത്തില്ല. ഇന്നോ പകൽക്കാലം ഒരു മണവാട്ടിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ, കറ, ചുളുക്കം, വാട്ടം, കോട്ടം, മാലിന്യമൊന്നും പെടാതെ, ഈ പാപലോകത്തിന്റെ അഴുക്കുകളിൽ പെടാതെ ഇന്ന് പകലൊരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ആമേൻ മണവാട്ടിയാണോ നീ? മണവാളൻ മധ്യാകാശത്ത് വരാറായി. ഇനിയുണ്ട്, വിശാമയും വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി വായിപ്പിക്കുന്നില്ല. ആമേ, കഴിഞ്ഞ ആഴ്ചയെ പലർക്കും സാക്ഷിക്ക് സമയം തികഞ്ഞില്ല. ആമേൻ, ജയിക്കുന്നവരുടെ കാര്യം 7 സഭകളും ജയിക്കുന്ന പദവികൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നു പകൽ ഞാൻ പറയാ, ആമേൻ, മണവാളൻ വരാറായി, മണവാട്ടിയെ ചേർക്കാൻ ഇതാ വരാറായി. 10 കന്യകമാർ മണവാളനെ കാത്തിരുന്നു. അതിൽ 5 പേർ കൈവിടപ്പെട്ടു പോയി. 5 പേർ അവർ മണവറയിലേക്ക് മണവാളനോടുകൂടെ കടന്നു. എന്തെന്നറിയാമോ? അവർ കാത്തിരുന്നു. എന്തെന്നറിയാമോ? അവർ ഉണർന്നിരുന്നു. എന്തെന്നറിയാമോ? അവർ ഒരുങ്ങിയിരുന്നു. ഇന്നോ പകൽ ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാൻ, കാത്തിരിക്കുന്നവരെ ചേർക്കാൻ, ഉണർന്നിരിക്കുന്നവരെ ചേർക്കാൻ എന്റെ മണവാള് ഇന്നോ പകൽ മധ്യാകാശത്ത്, ഇന്നോ പകൽ ഇതോ എഴുന്നള്ളാൻ പോകുകയോ. ഇന്നോ പകൽ ആ മണവാളനെ എതിരേൽപ്പാ. ഇന്നോ പകൽ എത്ര പേര് ഒരുക്കമുള്ളവരാണ്? അവരെ നിന്റെ വരവിനു ലോകാവസാനത്തിന്റെ അടയാളം എന്തെന്ന് ആവേ സ്തോത്രം ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിനോട് ചോദിച്ചു. ഓ കർത്താവേ, ഗുരു, നിന്റെ വരവിനു ലോകാവസാനത്തിന്റെ അടയാളം എന്ത്? അവിടെ ഇതോ കർത്താവ് പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേ. ഇന്നോ പകൽക്കാലം വഴി ഇതെന്ന് പറഞ്ഞ്, സത്യം ഇതെന്ന് പറഞ്ഞ്, നീതി ഇതെന്ന് പറഞ്ഞ്, ധർമ്മം ഇതെന്ന് പറഞ്ഞ് എന്നെ വഴി തെറ്റിച്ച് എന്നെ പടുകുഴിയിലേക്ക് ദുഷ്ടൻ കൊണ്ടു തള്ളാൻ പോകുമ്പോ, ഇന്നോ പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാ, മണവാളന്റെ കൂടെ ആ നിത്യതയിലേക്ക്, ആ ദൈവരാജ്യത്തിലേക്ക്, ആ നിത്യ സ്വർഗത്തിലേക്ക്, ആ കണ്ണുനീരില്ലാത്ത, ആ വേദന ഇല്ലാത്ത, ആ മുറവിളി ഇല്ലാത്ത ആ മണവാളനോട് കൂടെ യുഗായുഗമായി വാഴാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്?